നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമ്മളെപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ മേഖലയാണ്. കാരണം നമ്പർ 1 കേരളമാണ്, നീതി ആയോഗിൻ്റെ രേഖയിൽ 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറയും. പക്ഷേ സത്യസന്ധമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് എന്താണ് എന്ന് ആലോചിച്ചാൽ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരായിക്കൊണ്ട് നിരന്തരമായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കും. എത്രയോ അധികം ആളുകൾ ഈ ഈ പിഴവ് മൂലം ഈ പ്രശ്നങ്ങളിലായി മരണപ്പെട്ടു. എത്രയോ ആളുകൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് 2 ആളുകൾ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിക്കരയേണ്ട അവസ്ഥയുണ്ടായത്. പേരാമ്പ്രയിലെ ഒരു ഗർഭിണി അവിടെ എത്തിയപ്പോൾ മരണപ്പെട്ടൊരവസ്ഥ, ഒരു ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളുടെ രോഗം തിരിച്ചറിയാൻ പറ്റാതെ മരണപ്പെട്ടൊരവസ്ഥ. ഇപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും ഇല്ല. ഇത് ഒരു കൊല്ലം മുമ്പേ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്ത് ചെയ്തിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് തള്ളലിന് മാത്രമേ മുൻപന്തിയിലുള്ളൂ, അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം അബദ്ധമാണ് എന്ന സത്യം ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാവായിട്ടുള്ള ഹാരിസ് ചിറക്കലിന് പോലും പറയേണ്ടി വരുന്നു എന്നുള്ളതല്ലേ? ഇപ്പോൾ ആ തള്ളലിൽ നിന്ന് ഒരുപാട് നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ രേഖപ്പെടുത്തിയല്ലോ, വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണനയിലാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ആ തള്ളലിൽ നിന്ന് ഇന്ന് നമ്മൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. മുൻപ് നമ്മൾ തള്ളിക്കൊണ്ടേയിരുന്നു, എല്ലാത്തിലും കേരളം നമ്പർ 1 എന്നുള്ള രീതിയിൽ തള്ളിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സർക്കാർ ഹോസ്പിറ്റലിൻ്റെ പിഴവുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. പല ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന പ്രസവത്തിന് ശേഷം എത്രമാത്രം യുവതികളാണ് മരണമടഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇടതുകാലിലെ ശസ്ത്രക്രിയ വലതുകാലിൽ ചെയ്യുന്നു, ഈ പറയുന്ന പോലെ പല്ലിൻ്റെ ശസ്ത്രക്രിയ മാറ്റി ചെയ്യുന്നു. അപ്പോൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ ഈ പറയുന്ന പൊതുകാര്യ ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് മേഖലയിൽ ഇന്ന് സ്വകാര്യവൽക്കരണം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മളെപ്പോഴും സ്വകാര്യവൽക്കരണത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരല്ലേ? എപ്പോഴും സ്വകാര്യവൽക്കരണത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരല്ലേ? അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നവരല്ലേ? പക്ഷേ ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖലയിൽ ഈ സ്വകാര്യവൽക്കരണം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമല്ലേ? കാര്യം നമ്മൾ എല്ലാ സ്വകാര്യവൽക്കരണത്തെയും നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളം ആയിക്കോട്ടെ, അതെ, റെയിൽവേ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും സ്വകാര്യവൽക്കരണത്തിനെതിരായിക്കൊണ്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മളിൽ എല്ലാ വ്യക്തികളിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയപ്രേതം ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എല്ലാം ബൂർഷ്വാ സെറ്റപ്പാണ് എന്നൊരു മെന്റാലിറ്റിയാണ് നമ്മളുണ്ട്. കൊള്ള എല്ലാ മേഖലയിലും ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മളെ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്ന വികസിത രാജ്യങ്ങളിലൊക്കെ ഈ ഹെൽത്ത് കെയറോ ഈ പറയുന്ന മറ്റു പല സേവനങ്ങളോ എല്ലാം ഗവൺമെൻറ്റാണോ നൽകുന്നത്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയുള്ളൂ. നമ്മൾ സമ്പൂർണ്ണമായി വികസിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റൈസേഷൻ ആവശ്യകതയാണ്, പ്രൈവറ്റൈസേഷൻ നടപ്പാക്കേണ്ടതാണ്. പക്ഷേ എന്ത് നിലപാടാണ് നാം പ്രൈവറ്റൈസേഷനെതിരെ എടുക്കുന്നത്? അല്ല, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യം ജനങ്ങളുടെ ശത്രുവാണ് മുതലാളിമാർ എന്നുള്ള തത്വത്തിൽ നിന്നാണ് ഈ സാധനം ഉണ്ടായി വന്നത്. പക്ഷേ ഇന്ന് പ്രൈവറ്റൈസേഷനും കാരണമാണ് ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് KSEB എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ സംവിധാനം, KSEB എന്ന് പറയുന്ന സംവിധാനം, അത് യഥാർത്ഥത്തിൽ ഒരു കൊള്ള തന്നെയാണ്. അതിന് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതെ, പക്ഷേ മറ്റു പല മേഖലകളും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മറ്റു പല സ്വകാര്യ മേഖലകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാനത് പറഞ്ഞു വന്നത് ഈ KSEBയിൽ തന്നെ KSEB എന്ന് പറയുന്നത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമല്ല. അതിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അതെ, KSEBയുടെ ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ സ്വകാര്യ കമ്പനിയായി ബന്ധപ്പെട്ട് ഇത്ര ഷെയർ സർക്കാരിനും ഇത്ര ഷെയർ അവർക്കും ഒക്കെ കൊടുത്തിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു ബോർഡാണ്. അതിനെയാണ് സർക്കാർ, അതിന് കീഴിലാണ് KSEB എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. അവിടെയും സർക്കാർ കളിച്ചത് എന്താണ്? സർക്കാർ തന്ത്രപരമായി നീങ്ങി. നമ്മൾ നേരെ നോക്കാം, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് വരുമ്പോൾ എൻ്റെ നെഞ്ചിൽ കുത്തിയിട്ട് മാത്രം, അല്ലെങ്കിൽ കൊടി കുത്തിയിട്ടോ, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചിൽ നിങ്ങൾ ചവിട്ടിയിട്ട് മാത്രമേ ഇവിടെ വിമാനം ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു, S. ശർമ്മ. അദ്ദേഹമാണ് ഈ പറയുന്ന ഈ കൊച്ചിൻ എയർപോർട്ട് മുഖേനയുള്ള, അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിന്റെ മേൽ ബോഡിയായിട്ടുള്ള സിയാലിന്റെ ചെയർമാനായിരുന്നത് ഈ പറയുന്ന S. ശർമ്മയാണ്.
എന്തൊരു ഇരട്ടത്താപ്പ് നിലപാടാണ് ഇവർ എടുക്കുന്നതെന്ന് അറിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പിന്നെ ആരോഗ്യ സംവിധാനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയധികം മനുഷ്യന്മാർ മരണപ്പെട്ടേനെ എന്നുള്ളത്. മരണപ്പെട്ടേനെ, നമ്മുടെ സമ്പൂർണ്ണമായി നമ്മളൊരു തകർച്ചയിലേക്ക് തന്നെ എത്തിയേനെ. ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ 1990 വരെ എടുത്തിരുന്ന പോളിസി എന്തായിരുന്നു? ഫ്രീ ടിക്കലൈസേഷൻ പോളിസി. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത് കറക്റ്റ് സോവിയറ്റ് യൂണിയൻ്റെ അതേ പോളിസി തന്നെയായിരുന്നു നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് 1991 വരെ മുന്നോട്ട് വെച്ച് പോയിക്കൊണ്ടിരുന്നത്. അത് മുഖാന്തരം നമ്മുടെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സാമ്പത്തികമായി തരിപ്പണമായില്ലേ? ഈ പറയുന്ന ജാർഖണ്ഡ് അടക്കം, ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ, ഒറീസ അടങ്ങുന്ന മേഖലകളെല്ലാം മിനറൽ റിച്ച് ആയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതും ഈ കോൺഗ്രസ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് വിരുദ്ധ നയമായിരുന്നു 1991 വരെ. അതിനുശേഷമാണ് നമ്മുടെ ആ ഒരു എക്കോണമി അതിൽ നിന്നെല്ലാം കരകയറിയത്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾക്ക് ആവശ്യകത എന്നുള്ളത് പ്രൈവറ്റൈസേഷനാണ്. പ്രൈവറ്റൈസേഷനിൽ കൊള്ള അനുഭവപ്പെടാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊള്ള അനുഭവപ്പെടാം. പക്ഷേ ഈ പറയുന്ന ഗവൺമെൻറ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾക്കോ ഈ പറയുന്ന ഗവൺമെൻറ് മേഖലയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്കോ ഒരു മികച്ച രീതിയിലുള്ള ഒരു ചികിത്സ ഓഫർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇനി വരുന്ന കാലങ്ങളിലും നമുക്ക് ഓഫർ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം സകല മേഖലകളിലും ഫണ്ട് വെട്ടിച്ചുരുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. നമുക്കറിയാം, ആശാ വർക്കർമാരുടെ ശമ്പളത്തിനായി തുകയില്ല. ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു വലിയൊരു തുക തന്നെയാണ് ഈ പറയുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയോ അതല്ലെങ്കിൽ ഭേദപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റികളോ ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനങ്ങൾ നൽകുമെന്ന് ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഉന്നത അധികാരികൾക്ക് പോലും ഉറപ്പില്ല. നമുക്കൊരു കാര്യം കൂടി പറയാം. അതായത് ഈ പ്രൈവറ്റൈസേഷനെ എതിർക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വെള്ളാനകളായി നിൽക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, എത്രയോ അധികം ബോർഡ് കോർപ്പറേഷനുകളുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ? കുറേയധികം സർക്കാർ ഉദ്യോഗസ്ഥരെ വെക്കും, അവർക്ക് തോന്നുന്ന പോലെ ജോലി ചെയ്യും, ശമ്പളം വാങ്ങും, വീട്ടിൽ പോകും. ഒരു ആത്മാർത്ഥതയുമില്ല. അതൊക്കെ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സ്വകാര്യവൽക്കരിച്ചാൽ, സർക്കാരിൻ്റെ നിയന്ത്രണത്തോടുകൂടി സ്വകാര്യവൽക്കരിച്ചാൽ തന്നെ എത്രയധികം ലാഭം ഉണ്ടാകും. ഈ പറയുന്ന KSRTC പോലും എന്താണ് ഈ പ്രൈവറ്റൈസേഷനെ ഭയക്കുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കുറേയൊക്കെ ബോധ്യം വന്നിരിക്കുന്നു. ഈ പ്രൈവറ്റൈസേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ ചില കാര്യങ്ങളിലൊക്കെ ഈ പ്രൈവറ്റൈസേഷൻ അനുകൂലിക്കുന്നു. അതാണല്ലോ പറഞ്ഞത്. നമ്മുടെ വ്യവസായ മന്ത്രി തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ പറയുന്ന വ്യവസായവൽക്കരണത്തിന് ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു. ഓർക്കണം, അവർ ഈ പറയുന്ന പ്രൈവറ്റൈസേഷനെതിരെ നിലകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇന്ന് അവർ വരെ അതിനെ അനുകൂലിച്ച് തുടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരെ പ്രൈവറ്റൈസേഷൻ ആകാം, കോളേജുകളിൽ വരെ ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ ആകാം എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അല്ല, അത് ശരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് അവരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട്, അവരുടെ ഈ പൊട്ടത്തരമായിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് അവർ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നെത്താൻ തലയിൽ ആൾതാമസം ഉദിക്കാൻ അവർക്ക് കാലാകാലങ്ങളോളം വേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് ഉദിച്ചു വരുമ്പോഴത്തേക്കും ഒരു നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ച അന്നേരം നേരിട്ടുണ്ടാകും. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, സർക്കാർ ആശുപത്രികൾ മുഖേനയുള്ള പല കാര്യങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കാം. അതായത് മെഡിക്കൽ കോളേജുകൾക്ക് കീഴിൽ ഈ കാരുണ്യ പദ്ധതികളുണ്ട്. കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് ക്യാൻസർ രോഗമടക്കമുള്ള മാരക രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി മരുന്നുകൾ കൊടുക്കുന്ന സ്കീമാണ് കാരുണ്യ ചികിത്സാ പദ്ധതി എന്ന് പറയുന്ന സ്കീം. പലപ്പോഴും കാരുണ്യയ്ക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് കാരുണ്യ ഫാർമസിയിൽ നമ്മൾ പോയിട്ട് അവിടെ മരുന്നില്ല എന്ന് പറയേണ്ട ഗതികേടിലേക്ക് അവിടെയുള്ള ആളുകൾ പോകുന്ന കാര്യമുണ്ട്. രണ്ടാമത്തത്, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും കാണുന്ന ഒരു ഉഡായിപ്പ് കാര്യമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത അല്ലെങ്കിൽ തന്ത്രപരമായ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മെഡിസിൻ എഴുതി തരും, എന്നിട്ട് അത് നമ്മൾ ഈ പാവപ്പെട്ട രോഗികൾ എന്ത് ചെയ്യും? ഒരു അടുത്ത ലാബിൽ പോവും, അവിടെ ഈ മരുന്നില്ലെന്ന് പറയും. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ലാബിലേക്ക് പോകാൻ പറയും, അവിടെ ഇല്ല. ഒരു 3-4 ലാബ് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് അവസാനം ഒരു സ്ഥലത്തും ലാബിൽ മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഒടുവിൽ നമ്മൾ സ്വകാര്യ ലാബുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൽ പൈസ നമുക്ക് കിട്ടും. സത്യത്തിൽ ഒറ്റ ഫോൺ കോളിൽ ഇതൊക്കെ ക്രോഡീകരിക്കാൻ പറ്റും. അതായത് ഒരു ലാബിൽ നിന്ന് മറ്റു 3 ലാബുകളിലേക്ക് വിളിച്ച് അവിടെ ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ ഒപ്പിട്ട് കൊടുത്താൽ ആ പാവപ്പെട്ടവർക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് വാങ്ങാം. പക്ഷേ ഇതെന്ത് ചെയ്യും? ഈ 4 ലാബിലേക്ക് നടക്കാൻ വയ്യാത്തവനാണെങ്കിൽ അവനുള്ള പൈസയ്ക്ക് പുറത്തു പോയി വാങ്ങും. അത് സർക്കാരിന് ലാഭമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു തിരുവനന്തപുരം ആശുപത്രി വികസന സമിതി അംഗം തന്നെ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി 10 മണിയായി കഴിഞ്ഞാൽ ഇവിടെ MRI സ്കാൻ ഉൾപ്പെടെയുള്ള സ്കാനുകൾ മെഡിക്കൽ കോളേജുകളിൽ
ലഭ്യമല്ല. അവർ പറയുന്നത് യന്ത്രം പ്രശ്നമായി, അതിനുള്ള സാങ്കേതിക വിദ്യകളുമില്ല, അതിനുള്ള യന്ത്രങ്ങളുമില്ല. ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്, മറ്റൊരു വസ്തുവും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത്രമാത്രം ജനൌഷധി കേന്ദ്രങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രമാത്രം വിലക്കുറവിൽ ഈ പറയുന്ന ജനങ്ങൾക്കൊക്കെ മരുന്ന് പോലും ലഭിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? സത്യമായിട്ടില്ല. എന്ത് സംവിധാനമാണ് ഇവിടെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. ജനൌഷധി എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ അത് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക, സാധാരണക്കാരൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. അതെ. ഇപ്പോൾ ഇവിടെ വീണ ജോർജ് പറഞ്ഞ കാര്യം, വീണ ജോർജ് വളരെ ഗൗരവത്തിൽ ഹാരിസ് ചിറക്കലിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹാരിസ് ചിറക്കലിനെതിരായിക്കൊണ്ട് ഇവിടുത്തെ സൈബർ അടിമകൾ നിരന്തരമായി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കാണ് സൈബർ ആക്രമണം അയച്ചുവിട്ടത്. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പോലും പല ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സത്യസന്ധമായ വിവരണങ്ങൾ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആക്രമണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഒരു ഇടതുപക്ഷ നേതാവിന് തന്നെ ഗത്യന്തരമില്ലാതെ ആത്മരോക്ഷത്തോടു കൂടി വന്ന് തൻ്റെ രോഗികൾ കണ്ണിൻ്റെ മുമ്പിൽ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പരാജയമാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.